ഹായ്, UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ആനുകൂല്യ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ പെൻഷനുകളും വിവിധ ഇനം തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകളും നാളെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തുന്ന, അതായത് ബാങ്കിലെത്തുന്ന ക്യാഷാണ് എത്തുക. പിന്നീട് കൈകളിലെത്തുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 അതല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ കൈകളിലെത്തുന്നതാണ്. മെയ് മാസത്തെ പെൻഷനാണ് ലഭിക്കുന്നത്. എന്നാൽ കുടിശ്ശിക ലഭിക്കാനുള്ളവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള 4000 രൂപ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസ പെൻഷനായ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള 2000 രൂപയും അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. വിധവ പെൻഷൻ, അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവർ പിന്നീട് വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റായ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്ത ആളുകളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. ഇത്തരം ആളുകൾക്ക് ജൂൺ 15 വരെ അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്ത ഗുണഭോക്താക്കളുടെ പെൻഷനും മുടങ്ങുവാൻ സാധ്യതയുണ്ട്. അവർക്ക് അടുത്ത മാസം 30-ാം തീയതിക്കുള്ളിൽ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വർഷം മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ പെൻഷനും മുടങ്ങുന്നതായിരിക്കും. അവരുടെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി, അതായത് മുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നതല്ല, പിന്നീട് അങ്ങോട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും 1-ാം തീയതിയും 20-ാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ്. പെൻഷൻ മസ്റ്ററിംഗ് എന്നാണോ പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാളെ മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നേരിട്ട് കൈകളിൽ എത്തുന്നവർക്ക് ഏകദേശം 15 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. 2026 പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നിലവിൽ 2025 പെൻഷൻ മസ്റ്ററിംഗ് കണക്കാക്കിയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇനി എന്നാണോ പെൻഷൻ മസ്റ്ററിംഗ് വരുന്നത് അന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമായിരിക്കും. നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സേവന പോർട്ടലിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ വെച്ച് സെർച്ച് ചെയ്താൽ എന്താണ് ലഭിക്കാത്ത കാരണമെന്ന് കാണാവുന്നതാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എന്നും, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് സമർപ്പിച്ചിട്ടില്ല എന്നും, വിധവാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പിന്നീട് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമായി കാണുന്നതാണ്. നിങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയെങ്കിൽ എന്താണ് മുടങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പെൻഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z Info എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.